പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഇതുപോലെ ബോർഡ് കാണാറുണ്ട്. എക്സിറ്റ് 1, എക്സിറ്റ് 2, എക്സിറ്റ് 3 എന്നൊക്കെ പറഞ്ഞിട്ടോ. ഞങ്ങളുടെ നാട്ടിലിതാ എൻ്റെ കുമാരനെല്ലൂർ റോഡിൽ പാലി റോഡിലേക്ക് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് കേട്ടോ ഇതുപോലെ ബോർഡ് വന്നിരിക്കുകയാണ്. എൻ്റെ നാട്ടിലെ റോഡിൻ്റെ നിലവിലെ അവസ്ഥ ഒന്ന് നോക്കണം. മുക്കം കുമാരനെല്ലൂർ കക്കാടംപൊയിൽ അതുപോലെ തന്നെ നമ്മളെ വയനാട്ടിലേക്കൊക്കെ പോകുന്ന റോഡാണിട്ടത്. ഈ റോഡ് ഞങ്ങളുടെ MLA ആയ ലിൻഡോ ജോസഫ് അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഈ റോഡെല്ലാം തന്നെ പുതുക്കി പണിതിരിക്കുകയാണ്. ഇതുപോലെ ഇനിയും നമുക്ക് നാടിന് വികസനങ്ങൾ ആവശ്യമാണ്. വികസനങ്ങൾ ചെയ്യുന്നവരെ അതിൻ്റെതായ നിലക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഞങ്ങൾക്ക് ഇതിൻ്റെ ഈ റോഡ് സൈഡിൽ ഹാൻഡ് റെയിൽ അതുകൂടി വേണം. അതും ഇനി അടുത്ത ഘട്ടത്തിലായിട്ട് ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ റോഡ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ നാട് വികസനത്തിലേക്ക് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നല്ലത് കാണുമ്പോൾ നല്ലത് കാണിച്ചു തരണം, നല്ലത് പറയുകയും ചെയ്യും വേണം. എന്നാലേ നമുക്ക് ഇതൊക്കെ ചെയ്തു തരുന്നവർക്കൊരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ. ഞാൻ നേരത്തെ കാണിച്ചതുപോലെ എക്സിറ്റ് ബോർഡ് മാത്രമല്ല കേട്ടോ, ഓരോ സ്ഥലത്തും വ്യക്തമായിട്ട് കൂടരഞ്ഞി, കക്കാടംപൊയിൽ, തിരുവമ്പാടി എല്ലാം തന്നെ ആരോ ചെയ്തിട്ട് ബോർഡൊക്കെ സ്ഥാപിച്ചിരിക്കുകയാണ് കേട്ടോ. ഈ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് KMJ കുമാരനെല്ലൂർ യൂണിറ്റ് ആണ് കേട്ടോ. അതൊരു സംഘടനയാണ്. സബ് റോഡുകൾക്ക് വെച്ച് കാണുന്ന ഈ എക്സിറ്റ് ബോർഡുകൾ ഉണ്ടല്ലോ, അത് ഓരോ നാടിലും വരണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. എക്സിറ്റ് 1 കടന്നു വന്നാൽ മതി എന്ന് പറയേണ്ടത് തന്നെ നമ്മളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഞങ്ങളുടെ ലിൻഡോ ജോസഫ് MLA സാറോട് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. മുക്കം നമ്മുടെ വൈബ്രിഡ്ജ് നമുക്കറിയാം, ഒരുപാട് ആളുകൾ വരുന്നൊരു പാലം കൂടിയാണിത്. ഈ പാലത്തിൽ ഉദ്ഘാടനം ചെയ്ത സമയത്ത് ഇതുപോലെ ലൈറ്റുകൾ വെച്ചിരുന്നു. എല്ലാം സോളാർ ലൈറ്റുകളായിരുന്നു. ഒറ്റൊന്നും ഇപ്പോൾ നിലവിൽ കത്തുന്നില്ല. രാത്രികളിൽ ഇരുട്ടാണ്. ആ ഇരുട്ട് മാറ്റിയിട്ട് ഒരു വെളിച്ചം കൂടി നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്.